2025 JEE Advanced Paper 2 Question number 2. ഈ പേപ്പറിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പം ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. കുറേ മാത്തമാറ്റിക്കൽ റിഗറസ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലാതെ വളരെ കോൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് അബൌട്ട് 2 ആക്സൽ കണ്ടക്ടിങ് സിലിണ്ടേഴ്സ്. രണ്ട് സിലിണ്ടേഴ്സ്, കോയാക്സലായ രണ്ട് സിലിണ്ടർ, രണ്ടും കണ്ടക്ടിങ് സിലിണ്ടറാണ്. ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് ഗിവൺ ആസ് എൽ. റേഡിയായി ഡിഫറൻ്റ് ആണ്. ഇന്നർ വണ്ണിൻ്റെ റേഡിയസ് √2r, ഔട്ടർ വണ്ണിൻ്റെ റേഡിയസ് 2r. ഇന്നർ സിലിണ്ടറിലെ ചാർജ് തന്നിട്ടുണ്ട്, അത് Q ആണ്. ഔട്ടർ വൺ എർത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഇൻഡക്ഷൻ നടക്കും. ഇൻഡക്ഷൻ വഴി ഇവിടെ -Q ഇൻഡ്യൂസ് ആവും, ഔട്ട്സൈഡിൽ +Q ഇൻഡ്യൂസ് ആവും. ദെൻ യു ആർ എർത്തിങ് ദിസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ +Q വിൽ ഗോ ടു ദ ഗ്രൗണ്ട്. സോ യു ഹാവ് പോസിറ്റീവ് Q ഓൺ ദ ഇന്നർ സിലിണ്ടർ, നെഗറ്റീവ് Q ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ ഔട്ടർ സിലിണ്ടർ. So electric field will be 0 here and 0 outside, because if you consider a Gaussian surface here, you can see that net charge inside 0. പിന്നെ ഫീൽഡ് ഉണ്ടാകുന്ന എവിടെയാണ്? ഈ റീജിയനിൽ മാത്രമാണ്. ഇറ്റ്സ് കോൾഡ് ആനുലാർ റീജിയൻ. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആനുലാർ റീജിയൻ. ദ ആനുലാർ റീജിയൻ, ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അവിടെ ഒരു ഡൈലക്ട്രിക് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് K = 5 തന്നിട്ടുണ്ട്. സോ ഫീൽഡ് എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്? റേഡിയലായിരിക്കും ഫീൽഡ്. അതായത് ഇങ്ങനെയായിരിക്കും ഫീൽഡ് വരയ്ക്കുന്നത്, റേഡിയലി. ഇതാണ് ഫീൽഡിൻ്റെ നേച്ചർ. ഫീൽഡ് ഇൻസൈഡ് 0, ഔട്ട്സൈഡ് 0. ഫീൽഡ് ഈസ് ഓൺലി ഇൻ ദിസ് ആനുലാർ റീജിയൻ. ഓക്കെ, ദിസ് ഈസ് ആസ് ഇഫ് ദ ഹോൾ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് മറ്റൊന്ന്, ഇതിൽ ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് കാരണം ഇൻസൈഡിൽ ചാർജാണ്. എഗെയിൻ യു ക്യാൻ യൂസ് ഗോസ് തിയറം. ഈ ഇന്നർ സിലിണ്ടറിലെ +Q ചാർജ് ഈ ആക്സിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെയാണ്. ദാറ്റ് ഈസ് വൈ വി ക്യാൻ ഇമാജിൻ ദാറ്റ് ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻ തുടങ്ങുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. ഫോർ എനി ഔട്ട്സൈഡ് പോയിന്റ് അത് അങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. ദറ്റ് മീൻസ് ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻ തുടങ്ങുന്നത്. And from here there is a total flux emerging, and the total flux of the charge will be equal to Q divided by epsilon 0 r. കാരണം എന്താ? there is a dielectric medium here. വാക്വം ആണെങ്കിൽ epsilon 0. ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. and the total flux you can see that അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് എത്ര ആംഗിളിലാണ്? it's an angle of 2π. so what is flux per unit angle? What is flux per unit angle? That is flux divided by 2π, which is equal to Q divided by 2π epsilon 0 epsilon r. ഇതാണ് യൂണിറ്റ് ആംഗിളിലെ ഫ്ലക്സ്. Now നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കൺസിഡർ ആൻ ഇമാജിനറി പ്ലെയിൻ ഓഫ് ദ സെയിം ലെങ്ത് ആർ. ഈ ഡയഗ്രത്തിൽ ഒരു ഇമാജിനറി പ്ലെയിൻ തന്നിട്ടുണ്ട്. ആ പ്ലെയിനിലെ ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ പ്ലെയിനാണ് സെക്കൻഡ് ഡയഗ്രത്തിൽ ഇവിടെ വരച്ചിരിക്കുന്നത്. ആൻഡ് അതിലെ ഒരു പാർട്ട്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് ഔട്ട്സൈഡാണ്. അവിടെ ഫീൽഡ് എത്രയാണുള്ളത്? 0 ആണ്. അപ്പോൾ അവിടെ ഫ്ലക്സ് ഇല്ല. മറ്റൊന്ന്, ഈ പാർട്ട് സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്, അവിടെയും ഫീൽഡ് ഇല്ലല്ലോ, അപ്പോൾ അവിടെയും ഫ്ലക്സ് ഇല്ല. പിന്നെ എവിടെ ഫ്ലക്സ് ഉണ്ടാകുന്നത്? ഈ ഡൈലക്ട്രിക് മീഡിയത്തിൽ എടുക്കുന്ന ഈ രണ്ട് പോർഷനിലാണ് ഫ്ലക്സ് ഉള്ളത്. അത് ബൈ സിമെട്രി ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ ഫ്ലക്സിൻ്റെ 2 ടൈംസ് ആയിരിക്കും. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ദിസ്, നമ്മൾ ഈ ഒരു റീജിയനിലെ ആ പ്ലെയിനിലെ ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ആ പ്ലെയിനിൻ്റെ രണ്ട് എഡ്ജുകൾ എത്ര ആംഗിളാണ് ഇവിടെ ഉണ്ടാക്കുകയെന്ന് കണ്ടുപിടിച്ചാൽ മതി. യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദിസ് തീറ്റ. ഓക്കെ, ബിക്കോസ് നമുക്ക് ഫ്ലക്സ് പെർ യൂണിറ്റ് ആംഗിൾ ഉണ്ട്. അതിനെ നിങ്ങൾ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ റിക്വയർഡ് ഫ്ലക്സ്. ഫ്ലക്സ് റിക്വയർഡ് ഈക്വൽ ടു ഫ്ലക്സ് പെർ യൂണിറ്റ് ആംഗിൾ ഇൻറ്റു ആംഗിൾ ഓഫ് ദ റീജിയൻ. ഇനി നോക്കുക, രണ്ട് സൈഡിലുണ്ട്, അതുകൊണ്ട് അതിനെ എന്ത് ചെയ്താൽ മതി? *2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് യുവർ സൊല്യൂഷൻ. Now how to find the angle?
So this is the solution that we have. ഇനി ആംഗിൾ കണ്ടുപിടിക്കണം. For that we can just use geometry. See this. If you draw a line from here to here, like this one, horizontal axis വരച്ചു, then you can draw an angle line here. Then also you can draw a line to this point. അത് രണ്ട് റേഡിയസുകളല്ലേ. ഇതിലെ ഈ റേഡിയസ് √2r ആണ്. This radius is 2r. Now the distance of the plane, നോക്കൂ, the distance of the plane തന്നിട്ടുണ്ട്. At a distance r എന്ന് തന്നിട്ടുണ്ട്. That means base of this triangle, I will highlight the triangle. ഇതാ ഈ ഒരു ട്രയാങ്കിളിലെ base is equal to r. So I can redraw the triangle here. രണ്ട് ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കാം. രണ്ട് ട്രയാങ്കിളിൻ്റെയും ബേസ് r ആണ്. This is √2r and this is 2r. So this angle obviously എത്രയായിരിക്കും അത്? ആ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. This will be equal to pi/4. And this angle 2r hypotenuse ആണ് r. You can use cos theta 1/2. That will become pi/3. So what is angular region that we are interested in? That theta is the difference between the two angles, pi/3 minus pi/4, which is nothing but 4 minus 3/12. Pi/12 ആണ് angle. Okay. So what is the flux required? Flux required is equal to Q divided by, I should have written capital Q, whatever, 2 pi epsilon 0 epsilon r into theta is pi/12 into 2 is your answer. 2 pi cancels. This Q, actually question is small q, it's capital Q. So just write capital Q divided by 12 into epsilon r. Epsilon r is given, dielectric constant is given as 5. So that is 12 into 5. 12 into 5, 60 epsilon 0. If you see the options, you have this option C. So a beautiful application of Gauss's theorem and the spreading of flux per unit angle. ഇതിൻ്റെ പ്രത്യേകത സിലിണ്ടറിലെ ചാർജിന് ഇറ്റ്സ് ലൈക്ക് എ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അലോങ് ദ ആക്സിസ്. അതിനൊരു സിലിണ്ടറിക്കൽ സിമെട്രി ഉണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ദ സോളിഡ് ആംഗിൾ. യു ക്യാൻ ജസ്റ്റ് ടേക്ക് ദ പ്ലെയിൻ ആംഗിൾ ആൻഡ് ടേക്ക് ദിസ് ആൻസർ. ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഇത് എളുപ്പമാണ്. But otherwise, if you go mathematically, finding the electric field and using the basic definition of flux, it can be a little complicated. Thank you.